4 വർഷം മുൻപ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഒരു ചിത്രം 2 തവണ പേര് മാറ്റേണ്ടി വന്ന സെൻസർ ബോർഡ് 127 കട്ടുകൾ നിർദ്ദേശിച്ച ബയോപിക് തിയേറ്റർ കാണാതെ OTT-യിലേക്ക് എത്തിയ ചിത്രം 2 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്തു. അതും സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി. ദിൽജിത് ദോസാഞ്ചിനെ നായകനാക്കി ഹണി ട്രഹാൻ സംവിധാനം ചെയ്ത സത്ലജ് ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയാകുകയാണ്. ആരുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്? സിഖ് മനുഷ്യാവകാശ പ്രവർത്തകനായ ജസ്വന്ത് സിംഗ് ഖൽറയുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് സത്ലജ് ഒരുക്കിയിരിക്കുന്നത്. 1984-നും 94-നും ഇടയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നടന്ന കൊലപാതകങ്ങളെ രാജ്യാന്തര തലത്തിൽ തുറന്നു കാട്ടിയ ആളാണ് ജസ്വന്ത് സിംഗ്. ആയിരക്കണക്കിന് സ്ത്രീകളും യുവാക്കളുമാണ് ഈ കാലയളവിൽ പഞ്ചാബിൽ അപ്രത്യക്ഷരായത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചതോ പഞ്ചാബ് പോലീസിലെ മുതിർന്ന ചില ഉദ്യോഗസ്ഥരും അവരുടെ ആജ്ഞാനുവർത്തികളായ ചില ഇൻസ്പെക്ടർമാരും. തീവ്രവാദത്തെ പഞ്ചാബിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് തങ്ങളെന്നാണ് ഇവർ പറഞ്ഞ ന്യായം. ഇങ്ങനെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നവരുടെ ശവശരീരങ്ങൾ സത്ലജിന്റെ ആഴങ്ങളിലേക്കാണ് ഇവർ വലിച്ചെറിഞ്ഞത്. മറ്റു ചിലരെ അജ്ഞാത മൃതദേഹങ്ങളായി അവകാശികൾ അറിയാതെ പൊതുശ്മശാനങ്ങളിലെ ചിതകളിലേക്ക് ഇട്ടു. FIR-കളിൽ പെടാതെ അവർ അജ്ഞാതരായി തുടർന്നു. ജസ്വന്ത് സിംഗ് എന്ന കോർപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ കണ്ടെത്തും വരെ അയാൾ അവരുടെ ശബ്ദമായി. പോലീസിന്റെ നരമേധത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിച്ചു. വേണ്ട രേഖകൾ ശേഖരിച്ചു. 1995 ജനുവരി 16-ന് ഡിസപ്പിയേർഡ് ആൻഡ് ക്രമേഷൻ ഗ്രൗണ്ട്സ് എന്ന തലക്കെട്ടിലുള്ള പത്രക്കുറിപ്പിലൂടെ ഖൽറ തന്റെ കണ്ടെത്തലുകൾ പരസ്യമാക്കി. പഞ്ചാബിലെ തരൻ ജില്ലയിൽ മാത്രം ഏകദേശം 2000 അജ്ഞാത ശ്മശാന സംസ്കാരങ്ങൾ നടന്നിട്ടുണ്ടെന്നും പട്ടി, അമൃതസർ എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളിൽ സമാനമായ 100 കണക്കിന് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ ആർട്ടിക്കിളിൽ അദ്ദേഹം ആരോപിച്ചു. പെട്ടെന്നൊരു നാൾ കാണാതായ തങ്ങളുടെ ഉറ്റവർ എവിടെയെന്ന് അധികാരികളോട് ചോദ്യങ്ങൾ ഉയർന്നു. ഉത്തരം ലഭിച്ചില്ല. അപ്രത്യക്ഷരായവർ എന്ന് ജസ്വന്ത് ആരോപിക്കുന്നവർ യൂറോപ്പിലും കാനഡയിലും ഡെയിലി വേജസ് ജോലികൾ ചെയ്യുകയാണ് എന്നായിരുന്നു പഞ്ചാബ് പോലീസ് മേധാവി KPS ഗില്ലിന്റെ മറുപടി. കാണാതായ ചിലരുടെ കുടുംബവുമായി ജസ്വന്ത് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നിട്ടും രക്ഷയുണ്ടായിരുന്നില്ല. ജസ്വന്ത് പിൻവാങ്ങിയില്ല. ആ നിശ്ചയദാർഢ്യത്തിന് അയാൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. വലിയ വില. അയാളും അപ്രത്യക്ഷനാക്കപ്പെട്ടു. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ജസ്റ്റിസ് കുൽദീപ് സിംഗിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു ടെലഗ്രാം എത്തി. മുതിർന്ന ശിരോമണി അകാലിദൾ നേതാവായിരുന്ന ഗുർചരൺ സിംഗ് തോഹ്ര അയച്ച ഒരു ടെലഗ്രാം. ജസ്വന്ത് സിംഗ് ഖൽറയെ പഞ്ചാബ് പോലീസ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അതായിരുന്നു ആ സന്ദേശത്തിലെ ഉള്ളടക്കം. ഗുരുതരമായ ഈ ആരോപണം കണക്കിലെടുത്ത ജസ്റ്റിസ് അസാധാരണമായ ഒരു നടപടിക്രമത്തിനാണ് തുടക്കം കുറിച്ചത്. 1995 സെപ്റ്റംബർ 11-ന് സുപ്രീം കോടതി ആ ടെലഗ്രാമിനെ തന്നെ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയായി പരിഗണിച്ചു. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ പഞ്ചാബ് ആഭ്യന്തര സെക്രട്ടറി, പോലീസ് ഡയറക്ടർ ജനറൽ, അമൃത്സർ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നിവർക്ക് നിർദ്ദേശം നൽകി. ഇതേ സമയം തന്നെ ഖൽറയുടെ ഭാര്യ പരംജിത് കൗറും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിച്ചു. തന്റെ ഭർത്താവിനെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട ഹേബിയസ് കോർപ്പസ് റിട്ട് ഹർജി ഫയൽ ചെയ്തു. റിട്ടിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്: 1995 സെപ്റ്റംബർ 6-ന് അമൃത്സറിലെ കബീർ പാർക്കിലുള്ള തന്റെ വീടിന് മുന്നിൽ കാർ കഴുകി നിൽക്കുകയായിരുന്നു ജസ്വന്ത്. രാവിലെ 9:20-ന് ഒരു നീല മാരുതി വാൻ ജസ്വന്തിന് സമീപം വന്നു നിന്നു. പോലീസ് യൂണിഫോമും കറുത്ത പട്കയും ധരിച്ച 4 പേർ വണ്ടിയിൽ നിന്നിറങ്ങി. അവരുടെ പക്കൽ തോക്കുകൾ ഉണ്ടായിരുന്നു. ജസ്വന്തിനെ അവർ ബലം പ്രയോഗിച്ച് വാനിലേക്ക് കയറ്റി. സമീപത്തുണ്ടായിരുന്ന രാജീവ് സിംഗ് എന്ന ആൾ തടുക്കാൻ ശ്രമിച്ചു. അയാളെ ഈ സംഘം തള്ളി മാറ്റി. അതിനിടയിൽ ഒരു വാക്കി ടോക്കി സംഭാഷണം രാജീവ് കേട്ടു. മിഷൻ പൂർത്തിയായി. അത്രമാത്രം. ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഉറ്റവരോ സുഹൃത്തുക്കളോ ജസ്വന്തിനെ കണ്ടിട്ടില്ല. പോലീസ് അന്വേഷണം എവിടെയും എത്തിയില്ല. അവർ അതിന് താല്പര്യം കാണിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. 1995 നവംബർ 15-നാണ് ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. പരംജിത് കൗർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് പരിഗണിച്ച സുപ്രീം കോടതി നിയമവിരുദ്ധമായി മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു എന്ന ഖൽറയുടെ മുൻ ആരോപണം രേഖപ്പെടുത്തി. ഈ ആരോപണവും ഖൽറയെ തട്ടിക്കൊണ്ടുപോയതും അന്വേഷിക്കാൻ CBI-യെ ചുമതലപ്പെടുത്തി. അന്നത്തെ തരൻ SSP അജിത് സിംഗ് സന്ധുവിനെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാനും നിർദ്ദേശിച്ചു. 1996 ജൂലൈ 30-ന് CBI സുപ്രീം കോടതിയിൽ തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്നതായിരുന്നു CBI-യുടെ ഈ റിപ്പോർട്ട്. ജബൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച ശേഷം ജസ്വന്ത് സിംഗിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം ഹരിക്കെ പാലത്തിൽ നിന്ന് സത്ലജ് നദിയിലേക്ക് ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് SSP അജിത് സിംഗ് സന്ധു ആണെന്നും കേന്ദ്ര ഏജൻസി കണ്ടെത്തി. എന്നാൽ വിചാരണയ്ക്ക് മുൻപ് 1997-ൽ സന്ധു ജീവനൊടുക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാകും മുൻപ് കുറ്റാരോപിതനായ DCP അശോക് കുമാറും മരിച്ചു. ഒടുവിൽ 6 പോലീസുകാരാണ് വിചാരണ നേരിട്ടത്. 2005-ൽ പട്യാല കോടതി ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു.
DSP ജസ്പാൽ സിംഗിനും അമർജിത് സിംഗിനും ജീവപര്യന്തം തടവും സബ് ഇൻസ്പെക്ടർമാരായ സത്നാം സിംഗ്, സുരീന്ദർ പാൽ സിംഗ്, ജസ്ബീർ സിംഗ്, ഹെഡ് കോൺസ്റ്റബിൾ പൃഥ്വിപാൽ സിംഗ് എന്നിവർക്ക് 7 വർഷം തടവുമായിരുന്നു ശിക്ഷ. 2007 പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികൾ 7 വർഷം തടവ് ലഭിച്ചവർക്കും ജീവപര്യന്തം വിധിച്ചു. 2011 സുപ്രീം കോടതി ഈ വിധി ശരിവെച്ചു. മാത്രമല്ല 1984-നും 94-നും ഇടയിൽ അമൃത്സർ, മജിദ, തരൻ എന്നിവിടങ്ങളിൽ പോലീസ് നേതൃത്വത്തിൽ നടന്ന നിയമവിരുദ്ധമായ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിർദ്ദേശവും നൽകി. തരൻ ജില്ലയിൽ മാത്രം 2097 നിയമവിരുദ്ധ സംസ്കാരങ്ങൾ നടന്നിട്ടുണ്ടെന്നായിരുന്നു CBIയുടെ റിപ്പോർട്ട്. ഈ രേഖകൾ വിശ്വസനീയമാണെന്ന് സുപ്രീം കോടതിയും NHRCയും പിന്നീട് അംഗീകരിച്ചു. ജസ്വന്ത് സിംഗിന്റെ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ പങ്കാളി പരഞ്ജിത്ത് ഏറ്റെടുത്തു. അവർക്കും മറ്റ് പല മനുഷ്യാവകാശ പ്രവർത്തകർക്കും ശക്തിയായത് കാണാതാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജസ്വന്ത് സിംഗ് നടത്തിയ ഒരു പ്രസംഗമാണ്. 1995 ഏപ്രിലിൽ കാനഡയിൽ നടത്തിയ പ്രസംഗം, അദ്ദേഹത്തിന്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട അവസാന പ്രസംഗം. നാൾക്ക് നാൾ വളർന്നു വരുന്ന ഇരുട്ട്, ആ ഇരുട്ട് കൊണ്ടുവരുന്ന അടിച്ചമർത്തലുകൾ, അതിനെ വെല്ലുവിളിക്കാൻ ഒരൊറ്റ തിരിവട്ടം മതിയാകും. ജസ്വന്ത് ലോകത്തോട് പറഞ്ഞു. തന്റെ പ്രസംഗം ഉപസംഹരിച്ചു.